അമ്മ അച്ഛനെ വിളിച്ചോണ്ടിരുന്നത് പുട്ടാലു. പുട്ടാലോ അമ്മാവൻ, ഡാഗിനി കുട്ടൂസൻ, ലുട്ടാപ്പി പുട്ടാലോ അമ്മാവൻ. അച്ഛൻ ആരബി ചില സമയത്ത് തന്നെ അച്ഛൻ എന്താ വിളിക്കാറെന്നറിയോ? കടവാവൽ. അച്ഛൻ പിന്നെ ഇടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട്, കിണ്ടലപാടി എന്ന് പറഞ്ഞു. സ്നേഹം കൂടുമ്പോ ഓരോ പേര് വിളിക്കണം. അതാണ് അവന്റെ സ്വഭാവം വെച്ച് ഏകദേശം കറക്റ്റ് ആണല്ലേ. ഞാൻ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛൻ എനിക്കിത് കേക്കണ്ട, പ്ലീസ് അച്ഛൻ ഒന്ന് നിർത്തുവോന്ന്. ചില സമയത്ത് ഞാൻ ദേഷ്യത്തിൽ ചോദിക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ പാവമായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കണേ? അച്ഛൻ ഒന്ന് നിർത്തുവോ, എനിക്ക് അത് കേക്കണ്ട. പാവമായിട്ട് പറയണ എങ്ങനെയാ? അച്ഛ ഒന്ന് പറയണ കേക്കുവോ, ഒന്ന് ഇത് നിർത്തുവോ. ഓ ഇങ്ങനെയാണല്ലേ. രണ്ട് രീതി. രണ്ട് രീതിയുണ്ടല്ലേ. സെലക്ട് ചെയ്ത് ആവശ്യത്തിന് എങ്ങനെ സെലക്ട് ചെയ്ത് ചോദിക്കും. ഓക്കെ ഓക്കെ. ഈ പാവൻകുട്ടി കള്ളനാണോ കണ്ണനാണോ? ചില സമയത്ത് കള്ളനാവാറുണ്ട്, ചില സമയത്ത് പാവം കുട്ടിയാ. രണ്ടും ഉണ്ട്. ചില സമയത്ത് ഞാൻ വാശി പിടിച്ച് കരയാറുണ്ട്. അതും ഉണ്ട്. പണ്ടൊക്കെ അന്നെക്കാട്ടും കരച്ചില്ലായിരുന്നു. അന്ന് ഞാൻ ഇത്ര ഉണ്ടായിരുന്നു, ഒരു കുടത്തിന്റെ അത്ര ഉണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ എന്തോ ഒരു തുണിയിലാക്കിയിട്ട് ഇങ്ങനെ അതൊരു നേഴ്സാണ് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ. അതെനിക്ക് മനസ്സിലായി. നവനീത് കൃഷ്ണൻ ഉണ്ടായപ്പോ നഴ്സ് ഇങ്ങനെ അച്ഛന്റെ കൊണ്ട് കൊടുത്തു. അച്ഛൻ അമ്മേനോട് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞു വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് നമുക്ക് ചോത്തനിക്കര അമ്പലത്തിൽ ചെന്ന് തൊഴാന്ന്. അങ്ങനെ അവര് തൊഴുതോണ്ടിരിക്കുക. അപ്പൊ ഒരു കൊച്ചു വന്ന് പെട്ടെന്ന് അച്ഛനെ അങ്കിളേന്ന് വിളിച്ചോണ്ട് വന്നു. അപ്പോഴേക്കും അമ്മ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. പിന്നെ അവസാനം ചോത്താനിക്കാരമ്മ അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു. എന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വയറ് വീർത്ത് ഒരു അങ്ങനെയാണ് ഞാൻ ഒരു കുടത്തിലുണ്ടായത്. ഒരു ചെറുമണി ഇങ്ങനെയൊക്കെ കാലാക്കുമായിരുന്നു. നമ്മുടെ വയറ്റി ചവിട്ടുമായിരുന്നു. കുടത്തിൽ കിടക്കുന്ന ആളെങ്ങനെ ചവിട്ടും? അമ്മ ചെറുമണിയായിരുന്നപ്പോ, അമ്മ കുഞ്ഞുവാവിയായിരുന്നപ്പോ ഞാൻ ഒരു ഉപ്പിന്റെ അത്ര ഉണ്ടായിരുന്നു. അമ്മ ചെറുതായിരുന്നപ്പോ കുഞ്ഞുപ്പ്, പിന്നെ കൽക്കണ്ടായി, പിന്നെ ഒരു പഞ്ചസാരയുടെ കുപ്പിയായി. അവസാനം ഞാൻ കുറച്ചൊക്കെ ഇത്രയും വലുത് എന്റെ കയ്യിന്റെ അത്രയായി. ഒരു കുടമായി, ഒരു മനുഷ്യന്റെ ഒരു രൂപമായി. എന്നിട്ട് അപ്പോഴേക്കും അമ്മയ്ക്ക് വയറുവേദന എടുത്തപ്പോ അച്ഛൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് എന്നെ പുറത്തെടുത്ത്. അച്ഛനെ പക്ഷെ അച്ഛന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. നെറ്റിയിലൊരു മുഴയുണ്ട്, രണ്ടെണ്ണം. ആണോ? അതെങ്ങനെ വന്നതാ അച്ഛനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോ രണ്ട് മുഴ. ബാക്കി കഥ പിന്നെ കേൾക്കാം. മതി കുഞ്ഞെ. കണ്ണന്നാണോ വീട്ടിൽ വിളിക്കുന്നത്? അല്ല, പിന്നെ നവനീതേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളത് വിശ്വസിക്കണം. ഞാന് വീട്ടിൽ ഇരുന്ന് ഈ ചാനല് കണ്ടോണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ട് പല കുട്ടികളും ഇവിടെ വന്ന് പഠനം കേട്ടിട്ടുണ്ട്. എംജെ അങ്കിള് ഇങ്ങനെയൊക്കെ കാണിക്കണം. അപ്പൊ മധു അങ്കിൾ എന്ത് കാണിക്കും? മധു അങ്കിള് പാവം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആണെങ്കിൽ ഡാൻസ് കളിച്ചു. നിങ്ങള് ബ്രേക്ക് കിട്ടുമ്പോ ചായ കുടിക്കും. അതിനല്ലേ ഈ കപ്പൊക്കെ വെച്ചേക്കണം. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. നമ്മുടെ നവനീത് കുട്ടന്റെ പാട്ട് കേട്ടതില്, ഇവിടെ വന്ന് പാടിയതില്, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലെല്ലാം വളരെ വളരെ സന്തോഷമുണ്ട്. ഈ സംസാരം കേൾക്കാനും നല്ല രസമുണ്ട്. ഒരൊറ്റ സീക്രട്ട് ചോദിച്ചോട്ടെ, എങ്ങനെ ഇത്ര രസമായിട്ട് പാടണേ? എന്റെ അമ്മൂമ്മ കുറച്ചൊക്കെ രസമായിട്ട് പഠിപ്പിച്ചെന്നായിരുന്നു. ആണോ? പിന്നെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു പാടണം. ചില സമയത്തൊക്കെ ജഡ്ജസിനെ കണ്ടോണ്ട് ചിരിക്കണം, ചില സമയത്ത് ക്യാമറനോട് ചിരിക്കണം, പിന്നെ ചില സമയത്ത്
സ്റ്റോപ്പ് ബാൻഡിനോട് ചിരിക്കണം. വെൽ അങ്ങനെയാണ്. ട്രെയിൻഡ് ആണ് അതെ. actually. ഇത് പറയുമ്പോ തന്നെ അമ്മൂമ്മ അമ്മൂമ്മ ഇങ്ങനെ, അമ്മൂമ്മ കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കുന്നു ടോപ്പ് ബാൻഡ്. ഈ പാട്ടിനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം? പാട്ട് എന്ത് രസമായിട്ടാ പാടണേ ആ. നവനീത. എനിക്ക് പഠിപ്പിച്ചു തരുമോ പാട്ട്? ആ വേണമെങ്കിൽ എന്റെ അമ്മൂമ്മേനോട് ചോദിച്ചാൽ മതി. എന്റെ വീട്ടിൽ വന്ന www.navneetham.com വീട്ടിന് സ്വന്തം വെബ്സൈറ്റ് അങ്ങനെ ഒക്കെ അവിടെ ഉണ്ട്. എഴുതിയിട്ടുണ്ടാവും. ആ. അപ്പൊ എന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ അതും കൂടി വേണം, ഗൂഗിൾ പേ വേണോ? ചെയ്യാം, ഓഡിയോ പേ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. ഓഡിയോ പൈസ കൊടുത്താ എന്നിട്ട് വീട്ടിന്റെ ഇങ്ങനെ നോക്ക് ചെയ്തിട്ട് knock. കേറാം. നോക്ക് ചെയ്തിട്ട് കേറി നോക്കുമ്പോ അവിടെ ഒരു വലിയൊരു സ്മാർട്ട് ടിവി ഉണ്ടാവും. ആ, Smart വലിയ പിന്നെ അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഈ സ്മാർട്ട് ടിവിയുടെ അപ്പുറത്ത് ഒരു റൂം. ഹോം ടൂറും കഴിഞ്ഞു അവരുടെ. അതാണ് എന്റെ റൂം. റൂം. അതാ. ഓ, okay. അവിടെ വരണം ഞാൻ പാട്ട് പഠിക്കാൻ. അവിടെയല്ല, അതിന്റെ അപ്പുറത്തെ റൂം. അതിന്റെ അതാണ് അപ്പുറത്തെ അതിന്റെ റൂം. room. ആ. അമ്മൂമ്മയുടെ റൂമിന്റെ പേരാണ് പർപ്പിൾ റൂം. എന്റെ റൂമിന്റെ പേരാണ് ബ്ലൂ റൂം. പിന്നെ അമ്മയുടെ അച്ഛന്റെ റൂമിന്റെ പേരാണ് ഡാർക്ക് ബ്ലൂ റൂം. ഡാർക്ക് റൂമോ? പിന്നെ നിങ്ങൾ ആ റൂമിൽ കിടന്നിട്ട് ബാക്കോട്ട് നോക്കിയാൽ മതി. അവിടെ കൊറേ ഗോൾഡൻ പ്ലേറ്റ് ഇരിപ്പുണ്ടാവും. അവിടെ വെച്ചാണോ പാട്ട് പഠിപ്പിക്കുന്നത്? അല്ല, ആ. അതിന്റെ താഴത്തെ റൂം പർപ്പിൾ റൂമില്. അപ്പൊ ആ സ്ഥലത്തിന്റെ ഉള്ളിൽ കയറി അവിടെ ഒരു ബെഡ്റൂം ഉണ്ടാവും. ആ ബെഡിലാണ് ഇത് എപ്പോ എത്തും ഞാൻ അവിടെ? നമ്മൾ വിഷയത്തിൽ നിന്ന് തെറ്റി മറന്നു കേട്ടോ. ആ ഇതിപ്പോ എവിടേക്കൊക്കെ പോണേ? അതെ. അപ്പൊ പാട്ട് പഠിക്കണമെങ്കിൽ ഇത്രയും ദൂരമൊക്കെ വരണം വീട്ടിൽ കയറി. അല്ലേ? അതായത് ജീപ്പ് ഗൂഗിൾ പേ ജിപേ ചെയ്താലേ ഡോർ നോക്കുള്ളൂ. സ്വാഗതം. വീട്ടിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. അതെ, ജീപ്പ് എത്ര രൂപയാണ്? ഇപ്പൊ ഒരു 12 രൂപ. 12 രൂപ മതി. 12 രൂപ മതി. കുറച്ച് അതെ. മതി. ആ. ആ. അപ്പൊ സൂപ്പർ ആയിട്ട് പാടി കേട്ടാ. മിടുക്കൻ. അതെ, മിടുക്കനായിട്ട് പാടി. കൊള്ളാം. അടിപൊളി പാട്ട്. നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ ടാറ്റ. പിന്നെ അപ്പൊ കേൾക്കാം ബാക്കി മിടുക്കൻ. കഥ. അപ്പൊ മാർക്ക് എവിടെ? നിങ്ങൾക്ക് മാർക്കില്ല. മാർക്കില്ല. ലിറ്റിൽ ഏഞ്ചൽ Little മാലാഖ Angels മാർക്കില്ല. മാർക്കില്ല. മധുരമഴയുണ്ടോ? ഗോൾഡൻ സ്റ്റാർ ബുക്ക് കിട്ടില്ലേ? ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റിയല്ല, ഇത്തവണ നമ്മളൊരു പുതിയ സാധനം തരാമോ? പെയ്യട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ.